ചേച്ചി വല്ലപ്പോഴും ഒക്കെ സാരി ഉടുത്ത് ശീലിക്കണം. എന്നാ മാത്രമേ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. എനിക്ക് സാരി അലർജി ആണെന്ന് നിനക്കറിയാലോ. ഇതിപ്പോ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉടുത്തതാ. അഖിലേഷ് വല്ലപ്പോഴൊക്കെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അനക്കേച്ചിക്ക് സാരി അലർജി ആണെങ്കിൽ എനിക്ക് മേക്കപ്പ് അലർജി. ബ്യൂട്ടി പാർലറിൽ പോവാനും ഫേഷ്യൽ ചെയ്യാനും ഒന്നും എന്നെ കിട്ടൂല. ഇതിപ്പോ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ റെഡിയായോ? പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. ഓക്കെ. ഞാൻ എന്തായി കാണുന്നേ? എന്റെ കുട്ടികൾ ഒരുങ്ങിയപ്പോ മാലാഖമാരെ പോലുണ്ട്. മാലാഖമാരും ഒരു കരിമ്പൂതവും. അത് നീ നിന്നെ തന്നെ ട്രോളിയെന്ന് എനിക്കറിയാം. പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. ഞാൻ നിന്നെയാണ് സിസിലി ഉദ്ദേശിച്ചത്. എന്റെ 3 മക്കളും സുന്ദരിമാരായിട്ടുണ്ട്. ഇന്നത്തെ താരങ്ങള് എന്റെ 3 മക്കള് തന്നെയാ. കലേമേ, കല്യാണ ചിട്ടിയുടെ കാര്യം എന്തായി? അത് ശരിയാവും, ശരിയാക്കാം. അതെ, നീ എന്നെ കാണുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിക്കണ്ട ശ്യാമളെ. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് എനിക്കെതിരെ നീ പരാതി കൊടുത്തതില് എനിക്കൊരു പരിഭവവും ഇല്ല. എന്നെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ദൈവം തിരുത്തിയിട്ടുമുണ്ട്. പോലീസ് അന്വേഷണം നടക്കാണ്. എന്റെ ചന്ദ്രേട്ടന്റെ കാര്യത്തില് നീ നിരപരാധിയാണോ കുറ്റവാളിയാണോന്ന് അവര് തീരുമാനിക്കട്ടെ. താമസിയാതെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ആരാധ്യ, ആ ഫോണൊന്നെടുത്തേ. ഹലോ അച്ചു, നിങ്ങൾ എത്താറായോ? ശരി, ഞാൻ പറഞ്ഞേക്കാം. അഭേടനും അമ്മയും അശ്വതിയും 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. അല്ല, വരുന്നവർക്ക് കുടിക്കാനുള്ള ജ്യൂസിന്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. ആതിരെ, ആരാധ്യേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ചെല്ല്. വരുന്നവരൊക്കെ ഒന്ന് സ്വീകരിച്ചിരുത്ത്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.